ഹായ് ഹലോ. അതെ, ഗിഫ്റ്റ് കിട്ടിയ സ്പ്രേ കേട്ടോ. ഇങ്ങനെ കൈ പൊക്കി അവിടെ നിന്നോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോൻ്റെ എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു ചെറിയൊരു കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഷോപ്പിങ്ങയിലാണ് പോകുന്നത്. ഏതിനാണെന്നുള്ളതൊക്കെ വഴിയെ പറയാം. ഒരു പാർട്ടി വെയർ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നേരെ ഷോപ്പിങ്ങിലേക്ക്. ചിലപ്പം ഒരു ഡ്രസ്സും ചപ്പലും ഒക്കെ മേടിയാണ്ട് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വണ്ടി റിവേഴ്സ് എടുക്കണം കേട്ടോ. എപ്പോഴും വിചാരിക്കും തിരിച്ച് വെക്കണം, പക്ഷെ പൊക്കോളൂ. പക്ഷെ തിരിക്കാനും മറിക്കാനൊന്നും നിൽക്കാറില്ല. എൻ്റെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പ് കാണിക്കണം. കാരണം ക്ലച്ച് മോള, അതെന്താ അങ്ങനെ വന്നത് എന്ന് എനിക്കറിയില്ല. ക്ലച്ച് ഏതായാലും മുകളിലായി കിടക്കുക. അപ്പം ചില ക്ലച്ച് മുകളിലായി കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ചില കയറ്റത്തിലൊക്കെ നമുക്ക് വണ്ടി ഓഫായി പോവുകയെന്ന് നിർത്തേണ്ടയൊക്കെ സാഹചര്യം വരിക വെച്ചാൽ പിന്നീട് എടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കോട്ട് പോകും. അതാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് വരാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഹാൻഡ് ബ്രേക്കൊക്കെ താങ്ങിയിട്ട് എൻ്റെ പൊന്നും മോളെ ഫോണ് പുറത്തുനിന്ന് വിളിച്ചോ, ഹാൻഡ് ബ്രേക്ക് താങ്ങിയിട്ടൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലച്ച് മുകളിലുള്ളത് റെഡിയാക്കുന്നത്. വർഷാപ്പ് ചേട്ടാൻ. അപ്പം അങ്ങനെയാണ്. അപ്പം നേരെ ഷോപ്പിങ്ങിലെത്തിയിട്ട് കാണാം എന്തിനാണ് എടുക്കുന്നതെന്നൊക്കെ വഴിയെ പറയാം കേട്ടോ. ഓക്കെ, ടൈറ്റാണ്. ആരുണ്ടോ ഇവിടെ? ആരുമില്ല. ടൈറ്റാ, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡബിൾ എക്സൽ ഉണ്ടെങ്കിൽ ഞാൻ
ഈ ടൈപ്പിൽ വേണം. ഇതിനൊരു ടോപ്പ് എടുക്കാം. ലെൻസ് ജഡേജ് പോയിട്ടുണ്ടോ ഗൈസ്? ഷോപ്പിങ്ങിൽ പോയി അവിടെ എനിക്ക് പറ്റുന്നത് ഒറ്റൊന്നുമില്ല. ട്രയലിട്ട് ഞാനൊരു വഴിയായി വേറൊരു ഷോപ്പ് കണ്ടിട്ടുണ്ട്. അവിടെ നോക്കാണ്. ഞാൻ ലെഹങ്കയായിരുന്നു നോക്കി, പക്ഷെ ലെഹങ്ക ഇല്ല. വണ്ടി അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. അല്ലേ അവിടെ പോകണോ? പിന്നെ പോയാലോ? അവിടെ ഉണ്ടാവുമോ? അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പുറം വന്ന് പാർക്ക് ചെയ്യണം. പോരാത്തതിൽ ഹീൽസ് ആട്ടത്. പൊന്നാര ഗൈസ്, ഹീൽസ് ഇട്ടിട്ട് ട്രൈ ചെയ്യണോ? ഹീൽസ് ഇട്ടിട്ട് എന്താ പറയുക, നടക്കാൻ ഒരുപാട് നേരം നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ നിർത്തി പോവാമായിരിക്കുമല്ലേ? ഓ, എല്ലാവരും തലങ്ങും വിലങ്ങും. അവിടെ ഒരു ഷോപ്പുണ്ട്, കുറച്ചങ്ങോട്ട് നടക്കണം. അതുകൊണ്ട് എനിക്ക് പോകാനൊരു ചെറിയൊരു മടി. വേറെങ്ങി പറഞ്ഞ ശ്രീകൃഷ്ണ എവിടെയാ? ശ്രീകൃഷ്ണ എവിടെയാ? നോക്ക്. വലിയ വേറെ എവിടെ ഒരു ഷോപ്പുണ്ട്, അതെന്നൊക്കെ നോക്കട്ടെ. സമയം എന്തായി? ഷോപ്പ് അടയ്ക്കാനും ആയിട്ടുണ്ടാവും. 8:06 എന്ന് പറയാൻ ഓല് രാവിലെ എങ്ങാണ്ടും വന്ന് ഇരിക്കുന്നതായിരിക്കും. പേടിക്കേണ്ട ചേട്ടാ, ഞങ്ങളടുത്തേക്ക് വരൂല. ശ്രീകൃഷ്ണ അടിയാടാ. കൊയിലാണ്ടി എവിടെയാ ശ്രീകൃഷ്ണ വന്നത്? ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനി നടക്കാനാവില്ല. എൻ്റെ ഉറക്കത്തിൻ്റെ സമയമായി. ഗുഡ്സുകാരാ ഞാനിന്ന് പോട്ടെ. കണ്ണൂർ ബസ്സുകാരാ. കല്യാണി. അത് കല്യാണി അല്ല മോനെ, കല്യാണ. നമ്മള് ഇന്ന് സ്കൂളിൽ പോയില്ലല്ലോ. ഇവിടെ ഒരു ഷോപ്പാ പറഞ്ഞ. ഇത്രയും ദൂരം നടക്കാറുണ്ട്, പറ്റത്തില്ല ഗൈസ്. ഹീൽസ് ഇട്ടത് അതുകൊണ്ടാ. ഞങ്ങളുടെ റൈറ്റ് എന്നാണ്. എൻ്റെ ചെവി ഒന്ന് കാണിക്കണം. ഇവിടെ എവിടെയാടാ ശ്രീകൃഷ്ണ ഉള്ളത്? ഉള്ളിലോട്ടോ? സ്റ്റാൻഡിന്റെ ബൈക്കോട്ടോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡിന് അതിലിങ്ങനെ കയറിയാൽ പോലെ. ഗുളുഗുളു അവിടെയുള്ള ഈ റെഡ് എങ്ങനെയുണ്ട്, ഈ ബ്ലൂ എങ്ങനെയുണ്ട്, വെഹിക്കിൾ വണ്ടി എങ്ങനെയുണ്ട്? ഏതായാലും ശ്രീകൃഷ്ണ നോക്കിയപ്പോൾ ശ്രീകൃഷ്ണ തന്നെ പോലെ. ഇതിലാർക്കാ ഷവർമ്മ വണ്ടി? ആർക്കും വേണ്ടല്ലോ, ഞാൻ മാത്രം കഴിക്കും. വണ്ടിയിലൊരു ബോട്ടിൽ വെള്ളം കിട്ടിട്ട് വെച്ചൂടെ മക്കളെ? ഇതിൻ്റെ ഉള്ളിലാ? നെക്സ്റ്റ് റൈറ്റ് വരുന്ന റൈറ്റ്.
ഇതിൻ്റെ ഉള്ളിലോ? ഇതിൻ്റെ ഉള്ളിലല്ലോ. അങ്ങനെ ഒരു ശ്രീകൃഷ്ണ ഇല്ല. ചുരിദാർ മേടിക്കണം എന്നുണ്ടെങ്കിൽ 2 ചുരിദാർ വീട്ടിൽ കാത്തതുണ്ട്. അതുകൊണ്ട് എനിക്ക് ചുരിദാർ മേടിക്കാനൊരു തോന്നുന്നില്ല. ചുരിദാർ ഓൾറെഡി 2 ഒന്നുമല്ല. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് യൂണിഫോം വാങ്ങുന്നത് ഒരു ശ്രീകൃഷ്ണയാണ്. അതാണ് അതാ ശ്രീകൃഷ്ണ വെഡിങ്. ഇതൊക്കെ എപ്പ തുറന്നതാടേ? അത് അടച്ചു പോയിടാ. നോക്ക നമ്മള് എന്തോ കിട്ടുമോ എന്തോ. റെഡ് മൂൺ ഉണ്ടായി. എങ്ങനെയാ വണ്ടി ബൈക്ക് വെച്ചത്? ബൈക്കൊന്ന് മാറ്റി തരാം. മണ മാറ്റുന്നുണ്ട്. ഇത് ലാർജ് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എക്സലാണ്. അനർക്കിനി ടൈപ്പ് ചുരിദാറുണ്ട്. ഇപ്പം മടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ ഒരു ഷോപ്പ് കയറി നോക്കുന്നോ? ഇവിടെ സൈഡിലങ്ങ് പാർക്ക് ചെയ്തിട്ട് പോവാ. അവിടെ ഉണ്ടാവും. ഇവിടെ കണ്ടിട്ടില്ലത് പോണം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ പോവാ. അമ്മനെ കൊണ്ടാകുന്നില്ല. നാളെ അങ്ങോട്ട് വരാം ഗൈസ്. എന്നെ കൊണ്ട് വയ്യ ഗൈസ്. ട്രയൽ ഇട്ട് നോക്കി ഞാൻ ഒരു സൈഡായി. എനിക്ക് പറ്റുന്നതിനൊന്നും പിന്നെ സൈസില്ല. ചാണ്ടിക്കൂടി പോവുക, ഫൈന് കിട്ടിയാൽ ഇങ്ങോട്ടേക്ക്. അപ്പം എനിക്ക് പറ്റുന്നത് ഒറ്റൊന്നും സൈസില്ല. എൻ്റെ കർത്താവ് ചതിക്കുഴി. അങ്ങനെ ലെഹങ്ക മാറ്റി അനാർക്കലി മാറ്റി മിഡിയം ടോപ്പ് ആക്കി. മിഡിയം ടോപ്പ് മാറ്റി ഗൗണാക്കി. എനിക്ക് പറ്റുന്നത് സൈസില്ല. ആ ഒരൊറ്റ വിഷയം. എനിക്ക് സൈസില്ലാത്ത എന്താ വെച്ചാൽ എനിക്ക് ചിലത് കൈ പറ്റൂല, ചിലത് ബ്രസ്റ്റിൻ്റെ അടുത്ത് പറ്റൂല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇനിയിപ്പം ഞാൻ എടുക്കാൻ പോകുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു സൈഡായി. എൻ്റെ ഫങ്ഷനിന് വലിയ ഡേറ്റ് ഒന്നും ഇല്ലതാനും. ചുരിദാർ മതിയെങ്കിൽ എൻ്റെ വീട്ടിൽ 2 ഞാൻ യൂസ് ചെയ്യാത്തതുണ്ട്. ഒന്നൊരു റീലിൽ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ വിചാരിക്കുക പുറത്തുനിന്നൊരു ഡ്രസ്സ് എടുക്കുന്നതിനെക്കാട്ടും നല്ല വീട്ടിലുള്ള ഡ്രസ്സ് ഇട്ടാൽ പോരാ. ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ചുരിദാർ എടുക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഈ അനാർക്കലി എനിക്കുള്ള മോഡൽ സെയിം സാധനമാണ് കേട്ടോ. അത് ഞാൻ മേടിച്ചത് ഗുരുവായൂർ കഴിഞ്ഞു. സെയിം റേറ്റ് ഞാൻ നോക്കിട്ടോ. അവിടുത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും. അവിടെ 1600-800 എങ്ങാനാണ്. ഇവിടെ 1600 വരുന്നുണ്ട്. സെയിം റേറ്റൊക്കെയാണ്. റേറ്റ് കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല. അവരും ഇട്ടിട്ടില്ല, ഇവരും ഇട്ടിട്ടില്ല. ഞാൻ കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ടൊന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലെങ്ത് ഇല്ല. അപ്പം എങ്ങനെ നോക്കിയാലും എനിക്കത് ലെങ്ത് ഉണ്ടാവില്ല. ചേച്ചി പറഞ്ഞു നീ കുറച്ച് താഴ്ത്തി എടുത്തോന്ന്. പക്ഷെ താഴ്ത്തി എടുത്താൽ ഇഡ്ഡലി വട, ദോശ വട, ഗർഭ വട ഇതൊക്കെ എല്ലാവരും കാണും. അതുകൊണ്ട് അതെനിക്ക് ഇടാൻ പറ്റില്ല. പിന്നെ ഉള്ളതൊക്കെ ഞാനൊരു 3000 ബഡ്ജറ്റിലാട്ടോ നോക്കിയത്. 3000 മേലോട്ടുണ്ട്. അത് പാർട്ടി വെയർ ആയിട്ട് മറ്റേ
ഫങ്ഷന് ഉപയോഗിക്കാൻ പറ്റും. അതെനിക്ക് വേണ്ട. കാരണം പിന്നീട് ഇതൊക്കെ മൂലയിലാണ് ഇട്ടേക്കല. അതുകൊണ്ടൊന്നെങ്കിൽ എന്ന് പറയാൻ ഞാൻ 99.9% ഇനി എടുക്കാൻ ചാൻസ് കുറവാണ്. കാരണം 2 ഷോപ്പ് കയറി ഇറങ്ങി അവിടെ ഒന്നും ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. പിന്നെ 3-മത്തൊരു ഷോപ്പ് കയറാനുള്ള ആഫിയത്തും എനിക്കില്ല. ആഫിയത്തും ആരോഗ്യവും ഇല്ല ഗായ്സ്. അതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള ചുരിദാർ ഷേപ്പ് ചെയ്തിട്ടാലോ എന്ന് വിചാരിക്കുക. വെറുതെ എത്ര മണിക്ക് പോയിക്ക് മോനെ നമ്മള്? 5:05 ആയിക്ക്. പന്നീന്റെ മോനെ ഇങ്ങോട്ടാടാ സൈഡ് ഇട്ടെങ്ങാന് ഒതുക്കിയെടുത്ത് ഒരൊറ്റ എടുക്കല്. ബാക്കില് വണ്ടി ഉണ്ടോന്ന് പോലും നോക്കില്ല. അബിയുടെ വണ്ടി ഉണ്ടോന്ന് പോലും നോക്കണ്ടങ്ങ് എടുത്തുവിടുകയാണ്. ഇതല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സമയം 8-8:30 മണിയായി. ഇത്രയും സമയം എന്റെ പൊന്നാര മോനെ ലൈറ്റ് മുമ്പില്ല. വെറും മറ്റേ ഇതാന്ന് പോലും പറയാൻ മാത്രമില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഉപ്പിലിട്ടോ ഞങ്ങൾ ഉപ്പിലിട്ടോ പറഞ്ഞിട്ടോ തെറ്റാ. അപ്പൊ ഗൈസ് ഉപ്പിലിട്ട് വാങ്ങിയിട്ടുണ്ട്. കാണുന്നോ? പിന്നെ എരിവ് വേണമെന്ന് ചോദിച്ചപ്പോ എനിക്ക് തോന്നി മാങ്ങയിൽ ഉപ്പ് പിടിച്ചിട്ടില്ല. പേരക്കട എനിക്കെന്നപ്പോ അയാളെ സ്നേഹം കണ്ടപ്പോ തോന്നി മാങ്ങയിൽ ഉപ്പിട്ടില്ല. ഇവിടെ നിന്ന് കഴിയട്ടെ. എന്നിട്ട് ലൈറ്റ് ഇടാം കേട്ടോ. വീട്ടിലേക്ക് കയറുന്ന ജംഗ്ഷൻ അവിടെ എന്താ പറയാ വായി നോക്കിയിട്ട് കുറെ ആൾക്കാരുണ്ടാവും. വെറുതെ എന്തിനാ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് പോലെ കാണിച്ചു കൊടുക്കുന്നത്? ചേട്ടാ പേരക്ക അടിപൊളിയാ. ചീഞ്ഞിട്ട് ഉള്ളിലൊക്കെ പിടിച്ചിരിക്കും. പക്ഷെ മാങ്ങ ഒന്നും കണ്ടിട്ടാ കേട്ടോ. വീട്ടിലെത്താനായി. നല്ല വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. ഇനി ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വിശേഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഉണ്ടായാൽ നോക്കാം. അങ്ങനെയാണ്. അയ്യോ വീട്ടിൽ പോർച്ചിലെത്തിയപ്പോൾ വണ്ടി നിന്ന് പോയി. ഇതേ വീട്ടിലെത്തിയാറാണ് സീറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് എല്ലാവരോടും ബൈ ബൈ.